ഹായ്. അപ്പോൾ ഇന്നലെ തൃക്കാർത്തികയായിരുന്നു. അപ്പോൾ നമ്മൾ ദീപാവലി പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് നമ്മുടെ തൃക്കാർത്തിക. അപ്പോൾ നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ദീപം വയ്ക്കാനുള്ള ചിരാതൊക്കെ കഴുകി വൃത്തിയായി തുടച്ച് അതിൽ എണ്ണയും തിരിയൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാ വീടുകളിലും ദീപം വയ്ക്കുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ തൃക്കാർത്തിക. അപ്പോൾ നമ്മൾ ദീപം വെച്ചിട്ടുണ്ട്. ദീപമൊക്കെ വെച്ച് നാമം ജപിച്ചു കേട്ടോ. അപ്പോൾ തക്കുട എപ്പോഴും നാമം ജപിക്കുന്ന ടൈമിൽ പാറുപോയി അടുത്തിരിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് അവൾ 2 വരെയൊക്കെ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾ കുറച്ച് നേരം ദീപമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ത്രിപുരരെ വധിച്ച് പരമശിവൻ വരുന്ന സമയത്ത് പാർവതി ദേവി ദീപം കൊളുത്തി സ്വീകരിച്ചു എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ തൃക്കാർത്തികയ്ക്ക് ദീപം തെളിയിക്കുന്നത് കേട്ടോ. അപ്പോൾ വീടും പരിസരമൊക്കെ വൃത്തിയായി കാർത്തികയുടെ അന്ന് വൈകുന്നേരത്ത് നമ്മൾ ദീപം തെളിയിക്കുന്നതിലൂടെ നമ്മൾ ചെയ്ത തിന്മകളെല്ലാം മാറി സർവ്വ ഐശ്വര്യവും നമുക്ക് ലഭിക്കുക എന്നൊരു വിശ്വാസവും കൂടി ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ എനിക്കറിയുന്ന ഒരു ഐതിഹ്യമാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഐതിഹ്യം അറിയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാവിടെയും ദീപം തെളിയിച്ചിട്ടുണ്ട്. പാറു ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ദീപം ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അവൾ എല്ലാ ഭാഗത്തും പോയിട്ട് ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ. ഇടയിൽ അവൾ ഓരോ ദീപമൊക്കെ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ അവൾ ചൂട് തട്ടുന്ന കാരണം പിന്നെ അവൾ പേടിച്ചിട്ട് എടുത്തില്ല. പിന്നെ അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തിക വിളക്ക് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടുകളിൽ കാർത്തിക വിളക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.